ഹലോ നമസ്കാരം എല്ലാവർക്കും EPSനാക്സിനോട് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് അമൃതം പൊടി വെച്ചിട്ടുള്ള ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ അമൃതം പൊടി അംഗനവാടിയിൽ നിന്ന് എപ്പോഴും കിട്ടുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇത് കുട്ടികൾ കഴിച്ച് തീരാതാകുമ്പോൾ നമ്മൾ പിന്നെ അത് കാട്ടിക്കളയാണ് ചെയ്യുന്നത്. വളരെയധികം എക്സ്പയറി ഡേറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. ഷെൽഫ് ലൈഫ് വളരെ കുറവാണ് അമൃതം പൊടിക്ക്. അപ്പോൾ ഇതെങ്ങനെ തീർക്കണമെന്നാണ് പലരുടെയും കൺഫ്യൂഷൻ. അപ്പോൾ ഇങ്ങനെ കിണ്ണത്തപ്പൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കും, അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ മോന് പേഴ്സണലി പറയുകയാണെങ്കിൽ വളരെയധികം ഇഷ്ടമാണ് കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ, അമൃതം പൊടി വെച്ചിട്ട്. അപ്പോൾ കുറുക്കായിട്ടൊന്നും കുടിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ കിണ്ണത്തപ്പത്തിൻ്റെ രൂപത്തിൽ, അപ്പത്തിൻ്റെ രൂപത്തിൽ, ഇടിയപ്പത്തിൻ്റെ രൂപത്തിലേക്ക് ഒന്ന് ഉണ്ടാക്കി കൊടുക്കും. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒന്നും അറിയിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കിച്ചണിലോട്ട് പോകാം കേട്ടോ. കിണ്ണത്തപ്പം ഉണ്ടാക്കാണ്ട് ഞാൻ ഇവിടെ അതിൻ്റെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 കപ്പ് അമൃതം പൊടിയാണ് ഇത്. 2 കപ്പ് അമൃതം പൊടി ഉണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി, പത്തിരിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർക്കാം. ഏകദേശം ഒരു 5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വേണ്ടി വരും കേട്ടോ. നേരിയ മധുരമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 4-5 ഏലക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3 കപ്പിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് 1 കപ്പ് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ മിക്സിയിലിട്ട്. അമൃതം പൊടി വേഗം തന്നെ കട്ട കുത്താനായിട്ട് ടെൻഡൻസി ഉള്ള ഒരു പൊടിയാണ്. പിന്നെ ഈ അമൃതം പൊടി തന്നെ കുറച്ച് മധുരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മധുരത്തിൻ്റെ അളവ് കുറച്ച് മതി. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും മിക്സിയിലൊന്ന് അടിച്ചെടുത്തോളൂ. അപ്പോൾ നമുക്ക് പിന്നെ റിസ്ക് എടുക്കണ്ടല്ലോ. കട്ട കുത്താതെ നല്ല ഫൈനായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടും. ഇനി മിക്സി അടച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. മിക്സിയിൽ അടിച്ചെടുത്ത് നമുക്കൊരു പാത്രത്തോട്ട് മാറ്റാം കേട്ടോ. നമ്മുടെ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ട് ഇപ്പോൾ നല്ല തിക്കായിട്ടിരിക്കാം. നമുക്ക് അപ്പോൾ ഇതിന് ലൂസാക്കണം. അപ്പോൾ ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കിണ്ണത്തപ്പം സാധാരണ ഉണ്ടാക്കുന്നത് അത്ര അങ്ങോട്ട് ലൂസാകത്തില്ല കേട്ടോ ഈ മാവ്. കാരണം ഇതിൽ കപ്പലണ്ടിയും ഗോതമ്പൊടി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കൂടി പൊടിച്ചതല്ലേ നമ്മുടെ ഈ അമൃതം പൊടി എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ 1.5 കപ്പ് പൊടിക്ക് 3 കപ്പ് തേങ്ങാപ്പാൽ കറക്റ്റ് അളവാണ് കേട്ടോ. ആ ഒരു അളവ് തന്നെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസി വേണം. മധുരം ചെക്ക് ചെയ്ത് നോക്കാം. മധുരം വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്താണെങ്കിൽ പഞ്ചസാര ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ മധുരത്തിന് കുറവുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ കൂടി മധുരം ചേർക്കാം കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു കിണ്ണത്തപ്പം ചുടുന്ന പോലെ തന്നെ ഒരു പ്ലേറ്റിൽ ഒഴിച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ചുടാനായിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് സ്റ്റീലിൻ്റെ. അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും തടകാം നെയ്ക്ക് പകരം. ഇപ്പം രണ്ടില്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ. നമുക്കിത് ഇതിനകത്തുനിന്ന് വിട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇപ്പം നെയ്യൊന്ന് തടകുന്നത്. അപ്പോൾ ഈ പാത്രത്തിൻ്റെ ചുറ്റിനും നമ്മൾ സാധാരണ അപ്പത്തിനൊക്കെ ചെയ്യാറുള്ളത് പോലെ നന്നായിട്ട് ഇതൊന്ന് തടകി പിടിപ്പിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മാവിൽ നിന്ന് നമുക്ക് എന്തോരം തിക്നെസ് കിണ്ണത്തപ്പത്തിന് ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് മാവ് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഒരു സ്റ്റീമർ അല്ലെങ്കിൽ ഇഡ്ഡലിപ്പാത്രം വെള്ളം ഒഴിച്ചിട്ട് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ഈ മാവ് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. മൂടി വെച്ച് ഒരു 15 മിനിറ്റെങ്കിലും വേണം ഇത് വെന്ത് വരാനായിട്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ് നന്നായിട്ട് മീഡിയം തീയിൽ വെച്ച് വേവിക്കണം കേട്ടോ. അപ്പോൾ മൂടി വെച്ച് കൊടുക്കാം.
അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അപ്പം ഇപ്പം ആയിട്ടുണ്ടെന്ന് നോക്കാം കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും ടൂപ്പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. ഒട്ടിപ്പിടിക്കാതെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പം ആയിട്ടുണ്ട്. നമുക്കിത് എടുത്ത് മാറ്റിയിട്ട് തണുക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കിണ്ണത്തപ്പം ഒരെണ്ണം എടുത്തത് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് മുറിക്കാം. നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. പിന്നെ ഇപ്പോൾ ഈ അമൃതം പൊടി ഇതൊക്കെ അംഗനവാടിയിൽ നിന്ന് കിട്ടുന്നത് എന്താ ചെയ്യാനറിയാൻ പാടുണ്ടെന്നറിയാം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടാണ്ടാണ് ഓരോരുത്തർ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ കിണ്ണത്തപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ടും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കാൻ മറന്നു പോകരുത്. നമുക്കപ്പോൾ ഇതേപോലത്തെ അടിപൊളി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതേനേരം സ്റ്റേ ഹെൽത്തി. ബൈ.